കഴിഞ്ഞ 2 വീഡിയോയിലായി നമ്മൾ പരിശോധിച്ചത് ഈ നമ്മുടെ സാധാരണ യൂട്യൂബ് എങ്ങനെ ബീറ്റ വെർഷനിലോട്ട് മാറ്റാമെന്നും സാധാരണ വാട്സപ്പ് ഇങ്ങനെ ബീറ്റ വെർഷനിലോട്ട് ആക്കാം എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് പരിശോധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് യൂട്യൂബും വാട്സപ്പ് മാത്രമല്ല നമുക്ക് ബീറ്റ വെർഷനിലോട്ട് മാറ്റാൻ സാധിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമും ബീറ്റ വെർഷനിലോട്ട് മാറ്റാൻ സാധിക്കും. അതിനു മുമ്പ് ഈ ബീറ്റ വെർഷൻ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത അവരായി കാണുന്നവർ ഒരുപാട് പേര് കാണുമായിരിക്കും. അവർക്കായി ബീറ്റ വെർഷൻ എന്താണെന്ന് ഉള്ളത് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്, എന്നാൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഒരു ഉപകാരമാവും. ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്ററാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ യൂട്യൂബായാലും വാട്സപ്പായാലും ഇൻസ്റ്റാഗ്രാമായാലും നിരന്തരം അപ്ഡേറ്റ് തരാറുണ്ട്. ഈ ബീറ്റ വെർഷൻ ഉള്ളവർക്കാണ് ഇവർ ആദ്യം ഇങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ നിരന്തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അതാണ് ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാ ആപ്ലിക്കേഷൻ്റെയും ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇനി നമുക്ക് ഈ ബീറ്റ വെർഷൻ ആക്കുന്നതിനുള്ള ഗുണവും ദോഷവും എന്താണെന്ന് നോക്കാം. ഈ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 3 ആപ്ലിക്കേഷൻ പറഞ്ഞു. ഇതിൽ നിങ്ങൾ ബീറ്റ വെർഷനിലോട്ടാക്കിയാലും നിങ്ങൾക്ക് നിരന്തരം അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഗുണം എന്ന് പറയുന്നത്. ഇനി ദോഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പഗ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ബീറ്റ വെർഷൻ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. അത് ബീറ്റ വെർഷൻ ഉള്ളവർക്ക് അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ സാധാരണ വെർഷൻ ഉള്ളവർക്ക് ഇതെല്ലാം അവർ അപ്ഡേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ സാധാരണ വെർഷനിലുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും അവർ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് സാധാരണ ഇൻസ്റ്റാഗ്രാം ബീറ്റ വെർഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ സഹായവും നമുക്ക് ആവശ്യമില്ല. അതിനു മുമ്പ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം നമ്മളെ MK ജോയ്സ് എന്ന് പറയുന്ന ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ മാത്രമേ ഞാനിടുന്ന നമ്മളിടുന്ന ഇതേപോലത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ആ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. 2 ചാനലിൻ്റെയും പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ബീറ്റ വെർഷനിലോട്ട് നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങളാദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഇതിനായിട്ട് വെബ്സൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനു മുമ്പ് സാധാരണ ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് കിടക്കുന്നതെന്ന് കാണിച്ചു തരാൻ പെട്ടെന്നൊന്ന്. സാധാരണ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇൻസ്റ്റാഗ്രാം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ ബ്രാക്കറ്റിൽ ബീറ്റ എന്ന ഉള്ള ഒരിത് വരും. നമ്മൾ ബീറ്റ വെർഷനിലോട്ട് ഇൻസ്റ്റാഗ്രാം ആക്കുമ്പോൾ അതാണ് ബീറ്റ വെർഷനിലോട്ട് ആയോ ഇല്ലേ എന്ന് ഉള്ള ഇതെന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സാധാരണ ഇൻസ്റ്റാഗ്രാം. ഇനി നമ്മൾ ബീറ്റ വെർഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റിനെ സന്ദർശിക്കാനുള്ള ആവശ്യമില്ല. ഇവിടെ താരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ദി ബീറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ജോയിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ബീറ്റ വെർഷൻ വേണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നേരിടാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജോയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജോയിൻ കൊടുക്കുമ്പോൾ തന്നെ മാറണമെന്നില്ല. ചില അവസരത്തിൽ കുറച്ച് സമയം എടുക്കും. നിങ്ങളെ നെറ്റ്വർക്കിൻ്റെ വേഗത അനുസരിച്ചായിരിക്കും അതാവുന്നത്. ചിലപ്പോൾ പെട്ടെന്നാവുന്നതാണ്. നല്ല സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ലീവ് കൊടുത്തതിന് ശേഷം ഒന്നേന്ന് ഇതുപോലെ ഈ ഓപ്ഷൻ
ഈ ഓപ്ഷനിൽ വീണ്ടും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വീറ്റയിലോട്ട് മാറ്റേണ്ട ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീറ്റ ആക്കാവുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം വീറ്റയിൽ ആയിട്ടുണ്ടോ എന്നുള്ളത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം വീറ്റയിൽ ആയിട്ടുള്ളതെന്ന്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വീറ്റയിലായിട്ടുണ്ട്. ചിലവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ആവുന്നൊന്നുമില്ല, അവർക്ക് കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഫ്യൂ മിനിറ്റ്സ് ഒന്ന് കാണുമായിരിക്കും. അങ്ങനെ കുറേ സമയം ആവാതിരുന്നാൽ മാത്രമേ ഈ ലീവ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അപ്പോൾ നിങ്ങളെ വീറ്റ വെർഷനിലുള്ള ഇൻസ്റ്റാഗ്രാം സാധാരണ ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് വീറ്റ വെർഷനിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വീറ്റ വെർഷനിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഇൻസ്റ്റാഗ്രാം വീറ്റ വെർഷനിലോട്ട് മാറ്റേണ്ടത്. വീറ്റ വെർഷനിലോട്ട് വെറുതെ മാറ്റിയാൽ മാത്രം പോരാ, വീറ്റ വെർഷൻ ആക്കിയതിന് ശേഷം നിങ്ങൾ ഈ അപ്ഡേറ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നതിനേക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ നല്ലതും ഇതിൻ്റെ ദോഷവും എന്താണെന്ന്. അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇത് നിങ്ങളെ വീറ്റ വെർഷനിലോട്ട് മാറ്റി കൊടുക്കുക. ഈ വീറ്റ വെർഷനിലോട്ട് എങ്ങനെ മാറിയോ എന്ന് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം വേഗത്തിൽ വീറ്റ എന്ന് കിടപ്പുണ്ടാകും. നിങ്ങൾക്ക് ഞാൻ നേരത്തെ തെളിവ് സഹിതം കാണിച്ചു തന്നതാണ്. നേരത്തെ ഇവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് മാത്രമാണ് കിടന്നിരുന്നത്, ഇപ്പോൾ ഇവിടെ വീറ്റ എന്നും കൂടെ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളെ ഇൻസ്റ്റാഗ്രാം വീറ്റ എന്നാണ്. ഇനി ഇൻസ്റ്റാഗ്രാമിൻ്റെ വീറ്റ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ലിവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ലിവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിവ് വീണ്ടും കൊടുക്കുക. ലിവ് എന്ന ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് പോകും. ഉടനെ തന്നെ നിങ്ങളെ വീറ്റ വെർഷനുള്ള ഇൻസ്റ്റാഗ്രാം സാധാരണ വെർഷനിലേക്ക് മാറുന്നതാണ്. ഇനി അത് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴെ ജോയിൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ജോയിൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റ്സിനകം ഇതുപോലെ പെട്ടെന്നാവുന്നതാണ്. ചില അവസരത്തിൽ മാത്രം കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കൂടുതൽ ടൈം എടുത്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലിവ് കൊടുത്തതിന് ശേഷം വീണ്ടും ജോയിൻ കൊടുത്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളെ ഇൻസ്റ്റാഗ്രാം വീറ്റ വെർഷനിലോട്ട് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വീറ്റ വെർഷനിൽ ഇൻസ്റ്റാഗ്രാം മാറ്റുന്നതും റിമൂവ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റിൻ്റെ സഹായം ആവശ്യമില്ല, ഒന്നിൻ്റെ സഹായം ആവശ്യമില്ല. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് വീറ്റ വെർഷനിലോട്ട് മാറ്റേണ്ട സൗകര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് വീറ്റ വെർഷനിലോട്ട് ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം വീറ്റ വെർഷനിലോട്ട് മാറ്റി റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളെ ഈ 2 ചാനലും ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ല് എങ്ങനെയാണെന്ന് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്നതും MK ജോയ്സ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പിന്നെ 2 ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ 2 പേരും ചില ദിവസം ഇതുപോലെ കൊളാബ് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് ഇടുന്നതാണ്. അപ്പോൾ ശരി, ഇങ്ങനെയാണ് സാധാരണ ഇൻസ്റ്റാഗ്രാമിനെ വീറ്റ വെർഷനാക്കുന്നതും അത് ഇങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.